ഹൈ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകുന്നു. എവല്യൂഷനിൽ നിങ്ങൾ ഒന്നാമതായി നോക്കേണ്ടത് ബിഗ് ബാങ് തിയറിയാണ് അല്ലേ. അപ്പോൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട തിയറിയാണ് ഇത് ബിഗ് ബാങ് തിയറി. അപ്പോൾ ഹീലിയവും ഹൈഡ്രജനും ആയിരുന്നു ആദ്യത്തെ യൂണിവേഴ്സിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എർത്ത് അല്ലേ, പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗ്യാസുകൾ അത് ഏതൊക്കെയാണ്? അത് മീഥേനും അതിനൊക്കെ തന്നെ അമോണിയയും ഹൈഡ്രജൻ ഗ്യാസും കാർബൺ ഡൈ ഓക്സൈഡും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഒറിജിൻ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട 5 തിയറികളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പാൻസ്പെർമിയ. അതോടൊപ്പം തന്നെ പാൻസ്പെർമിയയുടെ മറ്റൊരു പേരാണ് കോസ്മിക് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതോടൊപ്പം തന്നെ എബയോജെനിസിസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബയോജെനിസിസ് ഉണ്ട്. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ തിയറി ഓഫ് ബയോജെനിസിസ് ഉണ്ട്. അത്തരത്തിലുള്ള തിയറികളുടെ പേരുകളൊക്കെ എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ബയോളജിക്കൽ എവല്യൂഷൻ ഉണ്ട് അല്ലേ. ബയോളജിക്കൽ എവല്യൂഷന് 3 കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡാർവിൻ കോൺസെപ്റ്റ് ആണ്. ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കീ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ബ്രാഞ്ചിങ് ഡെസെൻറ്റ്, അതോടൊപ്പം തന്നെ നാച്ചുറൽ സെലക്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹ്യൂഗോ ഡീവരിസിൻ്റെ കോൺസെപ്റ്റാണ്. അത് ഡീവരിസ് കോൺസെപ്റ്റ്, അതാണ് മ്യൂട്ടേഷൻ തിയറി. അതോടൊപ്പം തന്നെ ലാമാർക്കിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ.